ആദില ഇപ്പം ബിഗ് ബോസിൽ നിന്ന് വെളിയിറങ്ങിയതിന് ശേഷം ഒരു വീഡിയോ തൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടേക്കുവാണ്. കുറേയധികം മീംസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. തനിക്കും നൂറയ്ക്കെതിരെ വന്നിട്ടുള്ള മീംസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. കുറേയധികം പേര് ഞങ്ങൾക്കെതിരെ കുറേ വീഡിയോസൊക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്നും കൂടെ ചിന്തിക്കണം എന്നുള്ള രീതിയിലാണ് ആദില പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അനുമോൾ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. പക്ഷേ ചില കാര്യങ്ങൾ അനുമോൾ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്നുള്ളത് അത് ഞാൻ അനുമോളുടെ അടുത്ത് തന്നെ പറയാം. അത് എൻ്റെയൊക്കെ ഒരു ക്യാരക്ടറാണ് എന്നുള്ളൊരു കാര്യം. ഞങ്ങൾ നല്ലൊരു ഫ്രണ്ട്സാണ്. അവിടെ നമുക്ക് ഒപ്പീനിയൻ അവർ പറയുന്നതിൽ താല്പര്യമില്ല അല്ലെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെടില്ല എങ്കിൽ ഉറപ്പായിട്ടും അത് പറയാം. അവരെ മുഖത്ത് നോക്കി തന്നെ പറയാം എന്നുള്ളൊരു കാര്യമാണ്. അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. സോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവരും നൂറയെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യം ആദില ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് നൂറയ്ക്ക് വേണം. പിന്നെ ഇങ്ങനത്തെ ഉള്ള ഹേറ്റും കാര്യങ്ങളൊന്നും ആരുടെയും കാണിക്കരുത്. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നവരാണ്. അപ്പം അവിടുത്തെ കാര്യം അവിടെ കളയുക എന്നുള്ളത് വെളിയിലേക്ക് കൊണ്ടുവരരുത് എന്നുള്ളൊരു കാര്യം അതിനകത്ത് ആദില പറയുന്നുണ്ട്. സോ നിങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിലാവുമെന്നും വിശ്വസിക്കുന്നുവെന്നും ആദില ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്.